ഇന്ന് നമുക്കൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഷേക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്, ഒരു കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് 3 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർക്കേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി തീർന്നതുകൊണ്ട് ഞാൻ 3 ഏലക്ക ഒന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഇനി ഈ ഒരു പാലൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാല് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഈ കസ്റ്റാർഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒഴിച്ച പാടിന് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചിട്ട് കട്ട കെട്ടിയതുപോലെ ആകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റാർഡ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഒരു കസ്റ്റാർഡ് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം തണുപ്പ് വേണോ അതിനനുസരിച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ച കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പാല് നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടയാക്കി എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നല്ല കട്ടിയുള്ള തണുത്ത ഷേക്ക് കിട്ടും. ഞാനിപ്പോൾ പാല് കട്ടയാക്കിയിട്ടൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കേണ്ടത് ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. ഒരു 4 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ കസ്റ്റാർഡും പാലും നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് ഫ്രീസറിൽ വെച്ച് ഞാൻ കട്ടയാക്കിയിട്ടില്ല. നിങ്ങൾ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടിച്ചു വെച്ച മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ്സിലേക്കുള്ള മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂടിന് കഴിക്കാൻ പറ്റിയ ഒരു ഷേക്കാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.